സിനിമയിലും കുറേ ബോർഡ് എഴുതുക, ബാനർ എഴുതുക, പിന്നെ ഷോറിലൊക്കെ ഇതാക്കുക, ഡള്ള് ചെയ്യുക, എഫക്റ്റുകൾ ഉണ്ടാക്കുക, ഡമ്മി ഉണ്ടാക്കുക, ഇതൊക്കെ ആയിരുന്നു ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഇതിലേക്ക് മാറുന്നത്. ഈ ഫൈൻ ആർട്സ് ആണ് എന്ന ഒരു താല്പര്യമുണ്ടല്ലോ. പൊതുവേ ഈ ആർട്ട്, ഫൈൻ ആർട്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മാതാപിതാക്കളുടെ മനസ്സിലേക്കൊരു ചെറിയ വേദന കയറി വരും. കാരണം ഇതൊരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണല്ലോ. അത് അന്നും അതെ, ഇന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടെങ്കിലും കേൾക്കുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിലൊരു ചെറിയ വേദന വരും. അയ്യോ, എൻ്റെ മകൻ എന്താവോ എന്തോ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്താവോ എന്തോ, അവന് പെണ്ണ് കിട്ടുമോ, അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ വരുമല്ലോ. ഈ ആർട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അത് കേൾക്കാൻ സുഖമുള്ള വേർഡാണെങ്കിലും അത് പഠിക്കാനായിട്ട് പോകുമ്പോൾ മാതാപിതാക്കൾക്കൊരു വിഷമം വരും. ചേട്ടൻ്റെ അച്ഛൻ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിസ്റ്റ് എന്താണെന്നുള്ളതും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അച്ഛന് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് അച്ഛൻ്റെ പ്രോത്സാഹനം ഉണ്ടായിരുന്നോ, അതോ നീ അത് പഠിക്കാൻ പോണ്ട, ജീവിതം ബുദ്ധിമുട്ടും എന്നുള്ളതായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും? ശരിക്കും ഈ ഫൈൻ ആർട്സ് പോലും എന്താന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ